ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മുടെ ശ്രുതിയെ കൂട്ടി ചന്ദ്രയും എല്ലാവരും കൂടെ അമ്പലത്തിലോട്ട് പോകുന്നുണ്ട്. അമ്പലത്തിലെത്തിയതിന് ശേഷം പൂജാരിയോട് പറയുന്നുണ്ട് ചന്ദ്ര, തിരുമേനി ഇതാണ് എൻ്റെ മരുമകൾ, ഞാൻ ഫോണിലൂടെ എല്ലാം പറഞ്ഞിരുന്നല്ലോ. ഇത് കേട്ട തിരുമേനി പറയുന്നുണ്ട്, എല്ലാം പറഞ്ഞിരുന്നു, നമുക്കെല്ലാം പരിഹാര കർമ്മങ്ങളെല്ലാം ചെയ്യാം എന്നൊക്കെ തിരുമേനി അവിടെ നിന്ന് പറഞ്ഞു പോകുന്നുണ്ട്. പിന്നീട് ശ്രുതി ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, ആൻറ്റി എന്തിനാ ഇതൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ശ്രുതി എന്താ നിനക്കൊരു താല്പര്യമില്ലാത്ത പോലെ, നിൻ്റെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിയാണെങ്കിലോ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഒരു കള്ളം പറഞ്ഞതിന് ഞാൻ എന്തൊക്കെ അനുഭവിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് വർഷ പറയുന്നുണ്ട്, ആൻറ്റി ശ്രുതി ചേച്ചി അച്ഛൻ കിടക്കുന്നത് മലേഷ്യയിലെ ജയിലിലല്ലേ, ഇവിടുത്തെ മലയാളി ദൈവങ്ങളോട് പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്താൽ എന്ത് നടക്കാനാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ദൈവങ്ങൾക്ക് അങ്ങനെ മലയാളി ദൈവം കന്നഡ ദൈവം എന്നൊന്നുമില്ല, ദൈവം എല്ലായിടത്തും ഉണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ, അതുപോലെ ഇവിടുത്തെ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ ശ്രുതിയുടെ അച്ഛൻ രക്ഷപ്പെടും, എന്തായാലും രക്ഷപ്പെടും, അതിന് പേടിക്കാനൊന്നുമില്ല, അത് ഉറപ്പുള്ള കാര്യമാണ് എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി ഇതൊന്നും വേണ്ട, നമുക്ക് വേഗം തൊഴുതിട്ട് വീട്ടിലോട്ട് പോവാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഇത് അമ്പലമായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ശ്രുതി എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര പോകുന്നുണ്ട്. എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട്, രേവതി കുടത്തിൽ വെള്ളം എടുത്ത് വെക്കുക, തലയിൽ കൂടെ ഒഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. രേവതി ആണെങ്കിലും അതൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുടത്തിൽ വെള്ളം ഒഴിക്കാൻ രേവതിയോട് പറയുന്നുണ്ട് ചന്ദ്ര. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എന്തിനാ തലയിൽ കൂടെ വെള്ളം ഒഴിക്കുന്നത്, ഞാൻ രാവിലെ കുളിച്ചിട്ടാണ് വന്നേ, തലയിൽ കൂടെ ഒന്നും വെള്ളം ഒഴിക്കേണ്ട ആൻറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ആ കുളിയല്ല ഈ കുളി, ഇത് വേറെ കുളിയാണ്, പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നതിന് മുന്നേ എന്തായാലും കുളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടാണെങ്കിലും രേവതിയോട് വെള്ളം ഒഴിക്കാൻ പറയുന്നുണ്ട് തലയിൽ കൂടെ. എന്നിട്ട് രേവതി വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒരു കുടം കഴിഞ്ഞപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, മതി രേവതി മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, പോരെ ബാക്കിയുള്ളത് കൂടെ ഒഴിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ 3 കുടം ശ്രുതിയുടെ തലയിൽ കൂടെ രേവതി ഒഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് തുളസിമാല ഇട്ടിട്ട് കുറിയിട്ടിട്ട് ഭസ്മക്കുറി ഇട്ടിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, ആദ്യത്തെ ചടങ്ങ് കഴിഞ്ഞു, ഇനി അടുത്ത ചടങ്ങിലോട്ട് പോകാം എന്ന് പറയുന്നുണ്ട്. ശ്രുതിക്കാണെങ്കിലൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് ഏത്തടാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, ഏത്തട ശ്രുതി ഇവിടെ നിന്നിട്ട് എന്ന് പറയുന്നുണ്ട്. ഏത്ത ഇടണോ എന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, വേണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, 10 എണ്ണ കണക്ക്, 10 എണ്ണ ഇടണം ശ്രുതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ അതൊന്നും ഇഷ്ടപ്പെടുന്നേ ഇല്ല. എന്നിട്ട് ശ്രുതി 8 എണ്ണം കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വർഷി ശ്രീകാന്തും പറയുന്നുണ്ട്, ഇല്ല 8 എണ്ണ ആയിട്ടേ ഉള്ളൂ, ഞങ്ങൾ എണ്ണിയിരുന്നു, ഇനി ഏത്തടാനുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രവി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇത്, മോളെന്താ ഒരു താല്പര്യമില്ലാതെ ചെയ്യുന്നത്, ഭഗവാന്റെ മുന്നിൽ നിന്ന് കള്ളം പറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് രേവതി പറയുന്നുണ്ട്, ദൈവകോപം ഉണ്ടാവും ശ്രുതി, നീ ചെയ്യേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നീ ഇത് ചെയ്യുന്നതിനൊക്കെ ബലമില്ലാണ്ട് ആക്കുമോ ശ്രുതി, നീ വേഗം അങ്ങോട്ട് ചെയ്തേ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ കൊണ്ട് 2 ഏത്തം കൂടി ഇടിയിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, ഏത്തടൽ കഴിഞ്ഞു ആൻറ്റി, നമുക്ക് വീട്ടിലോട്ട് പോവാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നീ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണ്ട, വീട്ടിൽ പോകാറാവുന്ന സമയത്ത് ഞാൻ പറയാം എന്ന് പറയുന്നുണ്ട്. പിന്നീട് സച്ചിയോട് നീലിമ ചോദിക്കുന്നുണ്ട്, സച്ചി നിനക്ക് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞില്ല, അത് എത്താറായോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ആയി മാഡം കുറച്ചും കൂടി പോകണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സച്ചി നീലിമയോട് ചോദിക്കുന്നുണ്ട്, മാഡം ദൈവവിശ്വാസിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീലിമ പറയുന്നുണ്ട്, അതെ, എന്തേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്നാൽ അവിടെ കയറി ഒന്ന് തൊഴുതോളൂ, എൻ്റെ കുടുംബക്കാരൊക്കെ അവിടെ ഉണ്ട്, അവരെ ഒന്ന് പരിചയപ്പെടാലോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ശ്രുതിയോട് ചന്ദ്ര പറയുന്നുണ്ട്, ശ്രുതി ഇവിടെ നമസ്കരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി നമസ്കരിക്കാനോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, വേണം ശ്രുതി ചെയ്യേ എന്ന് പറയുന്നുണ്ട്. ശ്രുതി എന്നിട്ട് മനസ്സോടെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് സച്ചി നീലിമ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് സച്ചി നീലിമയോട് പറയുന്നുണ്ട്, മാഡം ഇതാണ് അമ്പലം, വരും, നമുക്ക് പോയി തൊഴുതിട്ട് വരാം, എൻ്റെ വീട്ടുകാരെല്ലാവരും ഇവിടെ ഉണ്ട്, അവരെല്ലാവരും നിർബന്ധമായി വരാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത്, നമുക്ക് കയറി തൊഴുകാം എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയെന്ന് നീലിമ പറഞ്ഞ് അവർ അമ്പലത്തിലോട്ട് പോകുന്ന സമയത്ത് നീലിമയ്ക്ക് ഒരു കോൾ വരുന്നുണ്ട്. അപ്പോൾ നീലിമ സച്ചിയോട് പറയുന്നുണ്ട്, സച്ചി ഞാൻ വരുന്നില്ല, എനിക്കൊരു പ്രധാനപ്പെട്ട കോളുണ്ട്, നീ പോയിട്ട് വാ, വേഗം വരണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ശരി മാഡം, ഞാൻ 5 മിനിറ്റിൽ വരാമെന്ന് പറഞ്ഞിട്ട് സച്ചി പോകുന്നുണ്ട്. എന്നിട്ട് അമ്പലത്തിൽ വെച്ച് സച്ചി എല്ലാവരെയും കാണുന്നുണ്ട്. എന്നിട്ട് സച്ചി എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ നടക്കുന്നത്, ഇവിടെ പാർലറേട്ടത്തിൻ്റെ അച്ഛനെ വെറുതെ വിടണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കല്ല വേണ്ടേ, കോർട്ടിൽ പോയി വാദിക്കണം, എന്താ എല്ലാവരും ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, രേവതി അവനോട് മിണ്ടാണ്ടിരിക്കാൻ പറ, അമ്പലമാണ്, മിണ്ടാണ്ടിരിക്കാൻ പറയുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതി സച്ചിയായിട്ടാണ് മിണ്ടാണ്ടിരിക്കാൻ
പൊയ്ക്കോണ്ടിരിക്കുകയെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് എല്ലാവരും വേറെ സ്ഥലത്തോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് ചന്ദ്ര ശ്രുതിയോട് പറയുന്നുണ്ട്, ഇവിടെ വെച്ച് കർപ്പൂരം കത്തിക്കണം ശ്രുതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, കർപ്പൂരം കത്തിക്കണത് തട്ടിൽ വെച്ചിട്ടാണോ അമ്മേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അല്ലല്ല ശ്രുതിയുടെ കയ്യിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രവി പറയുന്നുണ്ട്, അതൊക്കെ കുറച്ച് ഓവറല്ലേ ചന്ദ്ര, തട്ടിൽ വെച്ച് കത്തിച്ചാൽ പോരെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, രവിയേട്ടാ നിങ്ങളൊന്നും മിണ്ടാണ്ടിരുന്നേ, ഇതൊക്കെ പരിഹാര കർമ്മത്തിൽ വരുന്നതാണ്, ഏതെങ്കിലും ഒന്ന് തെറ്റിച്ചാൽ ചെയ്തതിനെല്ലാം ബലമില്ലാണ്ടാവും, അപ്പോൾ നിങ്ങളൊന്നും മിണ്ടാണ്ടിരുന്നേ, അവൾ കയ്യിൽ വെച്ചിട്ട് തന്നെ കത്തിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി ഇത് വേണ്ട ആൻറ്റി, എൻ്റെ കൈ പൊള്ളു ആൻറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, കൈ പൊള്ളിയാൽ തന്നെ ഇപ്പം എന്താ, പാർലറുടെ അടുത്ത് അച്ഛന് വേണ്ടിയിട്ടല്ലേ, അപ്പോൾ കുറച്ച് കൈയൊക്കെ പൊള്ളാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രയാണെങ്കിലും നിർബന്ധിച്ച് അവളുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കത്തിക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ ആൻറ്റി വേണ്ട എന്ന് പറയുന്നുണ്ട്. രവിയാണെങ്കിൽ മോളെ അത് നിലത്തിടുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ശ്രുതി കുറച്ച് നേരം കഴിഞ്ഞിട്ട് അത് നിലത്തിടുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നീ എന്താ ചെയ്തേ ശ്രുതി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, കൈ പൊള്ളിയാൽ പിന്നെ ഇങ്ങനെ ഇല്ലാണ്ട് എന്താ ചെയ്യുക ആൻറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഇനി കടക്കുന്നേ ഉള്ളൂ ശ്രുതി, നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, മതി ആൻറ്റി മതി, വീട്ടിലോട്ട് പോകാം എന്ന് പറയുന്നുണ്ട്. പിന്നീട് നീലിമയെ കാണിക്കുന്നുണ്ട്. നീലിമയാണെങ്കിലോ സച്ചി വരാത്തത് കൊണ്ട്, കുറേ നേരമായിട്ട് സച്ചി വരാത്തത് കൊണ്ട് അവൾ കാറിൻ്റെ പുറത്തോട്ടൊക്കെ കാറിൻ്റെ പുറത്തോട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിലോ പിന്നെ ശ്രുതി ചന്ദ്രയോട് പറയുന്നുണ്ട്, ആൻറ്റി മതി ആൻറ്റി, കഴിഞ്ഞില്ലേ ഇനി പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതായിട്ട് സച്ചി പറയുന്നുണ്ട്, കണ്ടോ പാർലറേടത്തേക്ക് അച്ഛനോട് ഒരു സ്നേഹവും ഇല്ല, അതുകൊണ്ടല്ലേ ചെയ്യുമ്പോഴൊക്കെ പോവാ പറഞ്ഞുകൊണ്ടിരിക്കണേ, സ്നേഹമുള്ള ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അത് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമില്ല, കൈ പൊള്ളിയത് കൊണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, നല്ല രസമുണ്ടല്ലേ ശ്രീകാന്തെ കാണാൻ, ഇനി അടുത്തത് എന്താണാവോ ഉണ്ടാവാൻ പോവാ, വാ നമുക്ക് പോയി നോക്കാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ചന്ദ്ര ശ്രുതിയെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ശ്രുതി ഇങ്ങോട്ട് വന്ന് ഇനിയും ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് ചന്ദ്ര ശ്രുതിനെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. വർഷി ശ്രീകാന്തും പിന്നിൽ തന്നെ പോകുന്നുണ്ട്. എന്നിട്ട് സച്ചി രവിയോട് പറയുന്നുണ്ട്, അച്ഛാ ഞാൻ പോയിക്കോട്ടെ, ട്രിപ്പിൻ്റെ ഇടയിലാണ് വന്നത്, ഒരു മാഡം ഉണ്ട് കാറിൽ, അതുകൊണ്ട് എനിക്ക് പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രവി പറയുന്നുണ്ട്, നീ എങ്ങനെ പോവാൻ മോനെ, ചന്ദ്ര അതിന് അല്ലെങ്കിലേ നിനക്ക് വീട്ടിലൊരു സ്വൈരം തരാറില്ല, ഇനി ഇതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഒട്ടും സ്വസ്ഥത നിനക്ക് തരില്ല, നീ പോണ്ട, ഒരു 5 മിനിറ്റും കൂടെ നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് രവി അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട്, രേവതി എനിക്ക് പോകണം രേവതി, മാഡം ഉണ്ട് കാറിൽ, എനിക്ക് പോയേ പറ്റൂ, 5 മിനിറ്റ് എന്ന് പറഞ്ഞ് കയറിയതാ, എത്രയെന്ന് വെച്ചിട്ട് അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കുക, എനിക്ക് പോയേ പറ്റൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, പരിഹാര കർമ്മങ്ങൾ ചെയ്യുമ്പോൾ വീട്ടിലത്തെ എല്ലാവരും വേണം സച്ചേട്ടൻ പോവണ്ട എന്ന് പറഞ്ഞ് 5 മിനിറ്റ് കൂടി നിൽക്കുക, അപ്പോഴത്തേക്കും കഴിയും എന്നൊക്കെ പറഞ്ഞ് സച്ചിൻ അവിടെ നിന്ന് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് ശ്രുതിക്ക് ഒരു കോൾ വന്ന് ശ്രുതി പുറത്തോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് അമ്പലത്തിൻ്റെ പുറത്ത് ഫോൺ വിളിച്ച് നിൽക്കുന്ന നീലിമ ശ്രുതിയെ കാണുന്നുണ്ട്. ശ്രുതിയെ കണ്ട പേടിച്ച് നീലിമ വേഗം കാറിൽ കയറി ഇരിക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിലോ ഫോൺ വിളിച്ച് നടന്ന് സച്ചറ കാറിലോട്ട് തന്നെ അടുത്തോട്ട് വരുന്നുണ്ട്. സച്ചറ കാറിൻ്റെ അടുത്തോട്ട് വന്ന് നിന്ന് ഫോൺ വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും പിന്നെ ശ്രുതിനെ കാണിക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിലോ അമ്പലത്തിൽ ശയനപ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുക. അത് ശയനപ്രദക്ഷിണത്തിൻ്റെ ഇടയിൽ ശ്രുതി ചന്ദ്രയോട് പറയുന്നുണ്ട്, ആൻറ്റി മതി ആൻറ്റി, എനിക്കിനി വയ്യ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഞാനും പോട്ടെ അച്ഛാ, ആ ഒരു മാഡം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, എത്രയെന്ന് വെച്ചിട്ട് അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഞാനും പോട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രവി പറയുന്നുണ്ട്, നീ എന്താ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് രേവതി പിടിച്ച് നിർത്തുന്നുണ്ട് സച്ചിനെ, സച്ചേട്ടൻ പോവല്ലേ, എന്തായാലും അതിലൊരു 5 മിനിറ്റ് കൂടി നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി രേവതിയോട് പറയുന്നുണ്ട്, രേവതി പറ്റില്ല രേവതി, എത്രയെന്ന് വെച്ചിട്ട് ആ മാഡത്തിനെ വെയിറ്റ് ചെയ്ത് നിർത്തിക്കുക, ഞാൻ പോട്ടെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സച്ചിനെ രേവതി വിടുന്നുണ്ട്. എന്നിട്ട് സച്ചിയാണെങ്കിലോ നീലിമയുടെ അടുത്തോട്ട് പോകുന്നുണ്ട്. അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതുപോലെയുള്ള ചെമ്പനീർപ്പൂ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.